ഹലോ ഫ്രണ്ട്സ്, ദിസ് ഈസ് വില്ലൻ ആൻഡ് യു വാച്ചിങ് വില്ലൻസ് ഇൻ്റലിജൻസ് പ്രോഗ്രാം. എല്ലാവർക്കും നമ്മുടെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ എടുത്ത് തുടങ്ങിയ ഒരു സീരീസ് ഉണ്ടായിരുന്നു അല്ലേ, കൺഫ്യൂസിങ് ഫാക്റ്റിൻ്റെ ഒരു സീരീസ്. അതിൽ ആദ്യത്തെ ടോപ്പിക്കായിട്ട് നമ്മൾ ചുരങ്ങൾ വളരെ ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചതാണ്. ഇന്ന് നമ്മൾ അതിൻ്റെ രണ്ടാമത്തെ പാർട്ടാണ് കൊണ്ടുവന്നിരിക്കുന്നത്. ഇന്ന് നമ്മൾ രണ്ടാമത്തെ ടോപ്പിക്കായി നോക്കാൻ പോകുന്നത് ഫിസിക്സിലെ തന്നെ വളരെ പ്രധാനപ്പെട്ട ഒരു ടോപ്പിക്കാണ് ലെൻസുകളും മിററുകളും. ഇന്ന് നമ്മൾ ആ ടോപ്പിക്ക് വളരെ വ്യക്തമായിട്ടും സിമ്പിളായിട്ടും പെട്ടെന്ന് എങ്ങനെ പഠിക്കാമെന്ന് നമുക്ക് നോക്കാം. ഓക്കെ, ഏതോ ഒരു PSC എക്സാമിന് സ്ഥിരം ചോദിക്കുന്ന ഒരു ടോപ്പിക്കാണ് ഫിസിക്സിൽ നിന്ന് ലെൻസും മിററും. എല്ലാവർക്കും എപ്പോഴും കൺഫ്യൂസ് ആയി പോകുന്ന ഒരുപാട് കാര്യങ്ങൾ നമുക്ക് സിമ്പിളായിട്ട് എങ്ങനെ പഠിക്കാമെന്ന് നോക്കാം. തീർച്ചയായും ഈ ക്ലാസ് നിങ്ങളുടെ റാങ്ക് ഉയർത്താൻ നിങ്ങളെ സഹായിക്കും. അതുകൊണ്ട് തന്നെ നിങ്ങൾ വീഡിയോ അവസാനം വരെ കാണാം. വീഡിയോ ഇഷ്ടമാണെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. വീഡിയോ കണ്ടു കഴിഞ്ഞാൽ ഹൈപ്പ് എന്ന് പറയുന്ന ഒരു ബട്ടൺ ഉണ്ടാവും. ഹൈപ്പ് കൂടെ എനേബിൾ ചെയ്യാൻ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് തിങ് ഈസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത എല്ലാവരും ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോളാം. ഇതുപോലെ ഒരുപാട് ക്ലാസ്സുകൾ നിങ്ങളെ തേടിയെത്തുന്നതായിരിക്കും. സോ നമുക്ക് നേരെ ക്ലാസ്സിലേക്ക് അടക്കാം. കേരള PSC കൺഫ്യൂസിംഗ് ഫാക്ട് ടോപ്പിക് 2 ലെൻസുകളും മിററുകളും. ഇതെവിടെ നോക്കിയേ, ആദ്യം തന്നെ ബേസിക് ആയിട്ടുള്ള കാര്യം എപ്പോഴും ചോദിക്കുന്ന PSCയിലെ ഒരു ചോദ്യമാണ് ലെൻസിന്റെ പവർ അളക്കുന്ന യൂണിറ്റ്. ഓക്കെ, ഇപ്പോൾ തൊട്ടടുത്ത് നടന്ന എക്സാമിന് പോലും ചോദിച്ചതാണ് ലെൻസിന്റെ പവർ അളക്കുന്ന യൂണിറ്റ് ഏതാണ്? ഡയോപ്റ്റർ ആണ് കേട്ടോ. ഡയോപ്റ്റർ ആണ് ലെൻസിന്റെ പവർ അളക്കുന്ന യൂണിറ്റ്. ഡയോപ്റ്റർ ആണ് കേട്ടോ. ഇനി നേത്ര ലെൻസിനെ ഫോക്കസ് ദൂരം ക്രമീകരിക്കുന്ന കണ്ണിലെ പേശി ഏതാണ് എന്ന് ചോദിച്ചാൽ, നേത്രത്തിലെ ലെൻസ് ഉണ്ടല്ലോ, നമ്മുടെ കണ്ണിനുള്ളിലുള്ള ലെൻസിനെ ഫോക്കസ് ദൂരം ക്രമീകരിക്കുന്ന കണ്ണിലെ പേശി ഏത് എന്ന് ചോദിച്ചാൽ അതിന് ഉത്തരമാണ് സീലിയറി പേശികൾ. സീലിയറി പേശികളാണ് കേട്ടോ. സീലിയറി പേശികൾ. നമ്മുടെ ഈ സീരീസിന്റെ പ്രത്യേകത നിങ്ങൾക്ക് അറിയാലോ, കൺഫ്യൂസിംഗ് ഫാക്റ്റ് ആണ്. എപ്പോഴും മാറിപ്പോകുന്ന കാര്യങ്ങളാണ് നമ്മൾ ഈ ക്ലാസ്സിലൂടെ പഠിക്കാൻ പോകുന്നത് കേട്ടോ. നിങ്ങൾക്ക് സിമ്പിളായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് തെറ്റാൻ സാധ്യതയുള്ള കാര്യങ്ങൾ നമ്മൾ വളരെ സിമ്പിളായിട്ട് എന്ത് ചെയ്യുന്നു, പഠിക്കുന്നു. ഓക്കെ ആണല്ലോ. ആ ഒരു പോയിന്റ് ഓഫ് വ്യൂവിൽ ക്ലാസ് കാണുക. പ്രകാശത്തെ കേന്ദ്രീകരിക്കുന്ന ലെൻസ് ഏതാണെന്ന് ചോദിച്ചാൽ ശ്രദ്ധിക്കണം കേട്ടോ. കേന്ദ്രീകരിക്കുന്ന ലെൻസ് ആണ് ചോദിക്കുന്നത്. പ്രകാശത്തെ കേന്ദ്രീകരിക്കുന്ന ലെൻസ് ആണ് കോൺവെക്സ് ലെൻസ്. കോൺവെക്സ് ലെൻസ് ആണ് പ്രകാശത്തെ കേന്ദ്രീകരിക്കുന്ന ലെൻസ്. ഇനി പ്രകാശത്തെ കേന്ദ്രീകരിക്കുന്ന മിറർ ഏതാണെന്ന് ചോദിച്ചാൽ, മിററിന്റെ അവിടെ മാറ്റമുണ്ട്, തെറ്റിക്കരുത്, കൺഫ്യൂസ് ആവരുത്. കോൺകേവ് മിറർ ആണ് കേട്ടോ. പ്രകാശത്തെ കേന്ദ്രീകരിക്കുന്ന മിറർ ഏതെന്ന് ചോദിച്ചാൽ അത് കോൺകേവ് മിറർ ആണ്. അപ്പൊ കേന്ദ്രീകരിക്കുന്ന ലെൻസ് കോൺവെക്സ് ലെൻസും കേന്ദ്രീകരിക്കുന്ന മിറർ കോൺകേവ് മിററുമാണ്. ഇനി പ്രകാശത്തെ വിസരിപ്പിക്കുന്ന ലെൻസ് ഏതാണെന്ന് ചോദിച്ചാൽ, പ്രകാശത്തെ വിസരിപ്പിക്കുന്ന ലെൻസ് ഏതെന്നാണ് ചോദിച്ചാൽ കോൺകേവ് ലെൻസ് ആണ് കേട്ടോ. അവിടെ വരുന്നത് കോൺകേവ് ലെൻസ് ആണ്. ഇനി പ്രകാശത്തെ വിസരിപ്പിക്കുന്ന മിറർ ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, മിറർ ഏതാണ്? അത് കോൺവെക്സ് മിറർ ആണ്. അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാവർക്കും എപ്പോഴും മാറിപ്പോകുന്ന കാര്യങ്ങളാണ്. സിമ്പിളായിട്ട് മനസ്സിലാക്കി വെച്ചേക്കുക. കേന്ദ്രീകരിക്കുന്ന ലെൻസ് കോൺവെക്സ്, കേന്ദ്രീകരിക്കുന്ന മിറർ കോൺകേവ്, വിസരിപ്പിക്കുന്ന ലെൻസ് കോൺകേവ്, വിസരിപ്പിക്കുന്ന മിറർ കോൺവെക്സ്. അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി പഠിച്ചു കഴിഞ്ഞാൽ സിമ്പിളായിട്ട് കിട്ടുന്ന കാര്യമാണ് കേട്ടോ. തെറ്റിക്കരുത് മക്കളെ. ഇപ്പം തന്നെ പഠിച്ചു വെക്കുക, കൂടെ തന്നെ പഠിച്ചു പോരുക കേട്ടോ. വളരെ സിമ്പിളായ കാര്യങ്ങളാണ്. സിമ്പിളായിട്ട് നിങ്ങൾക്ക് ഒരു മാർക്ക് നേടാവുന്ന കാര്യങ്ങളാണ്. അപ്പോൾ ശ്രദ്ധിച്ച് തന്നെ പഠിക്കുക. ഓക്കെ, ഇനി നോക്കിയേ, കണ്ണിന്റെ ന്യൂനതകൾ പരിഹരിക്കാൻ ഉപയോഗിക്കുന്ന ലെൻസുകൾ ഏതാണ്? എപ്പോഴും ചോദിക്കുന്നതാണ്. ഹ്രസ്വദൃഷ്ടി, മെട്രോപിയ, മയോപിയ എന്നൊക്കെ പറഞ്ഞിട്ട് എപ്പോഴും ചോദിക്കുന്ന കാര്യമാണ്. ഏത് ലെൻസാണ് ഉപയോഗിക്കുന്നതെന്ന് ഒരുപാട് പേർക്ക് ഇപ്പോഴും ഡൗട്ടുള്ള പ്രധാനപ്പെട്ട ഒരു കാര്യമാണിത് അല്ലേ. നമുക്ക് സിമ്പിളായിട്ട് പഠിക്കാം. ഹൈപ്പർ മെട്രോപിയ, ശ്രദ്ധിക്കണം കേട്ടോ. ഹൈപ്പർ മെട്രോപിയയ്ക്കാണെങ്കിൽ അതേതാണ്? അത് കോൺവെക്സ് ലെൻസ് ആണ്. കോൺവെക്സ് ലെൻസ് ആണ് ഹൈപ്പർ മെട്രോപിയയ്ക്ക് ഉപയോഗിക്കുന്നത്. ഇനി മയോപിയയാണെങ്കിലോ, മയോപിയയാണെങ്കിൽ കോൺകേവ് ലെൻസ്. മയോപിയയ്ക്ക് കോൺകേവ് ലെൻസ് ആണ് പരിഹരിക്കാൻ, അതായത് ആ ന്യൂനത പരിഹരിക്കാൻ ഉപയോഗിക്കുന്നത് കോൺകേവ് ലെൻസുകളാണ്. ഇനി പ്രസ്ബയോപിയയാണെങ്കിലോ, പ്രസ്ബയോപിയയാണെങ്കിൽ കോൺവെക്സ് ലെൻസ് ആണ്. പ്രസ്ബയോപിയ കോൺവെക്സ് ലെൻസ് ആണ്. PSC ചോദിച്ച PYQലുള്ള ടേംസ് ആണ് ഞാൻ പറയുന്നത് കേട്ടോ. PSC ചോദിച്ചിട്ടുള്ള PYQൽ തരുന്ന ടേംസുകളാണ് ഞാൻ ഇവിടെ തന്നിരിക്കുന്നത്. ഇനി അസ്റ്റിഗ്മാറ്റിസം, ഇതൊക്കെ SCERT നിന്ന് വന്നാണ് കേട്ടോ. അസ്റ്റിഗ്മാറ്റിസം എപ്പോഴും ചോദിക്കുന്നതാണ്. അസ്റ്റിഗ്മാറ്റിസം പരിഹരിക്കാൻ ഉപയോഗിക്കുന്നത് സിലിണ്ട്രിക്കൽ ലെൻസ് ആണ്. സിലിണ്ട്രിക്കൽ ലെൻസ്. അസ്റ്റിഗ്മാറ്റിസം സിലിണ്ട്രിക്കൽ ലെൻസ് ആണ്. ഇനി വിഷമദൃഷ്ടിയാണെങ്കിലോ, വിഷമദൃഷ്ടിയാണെങ്കിലും സിലിണ്ട്രിക്കൽ ലെൻസ് ആണ്. വിഷമദൃഷ്ടിക്കും സിലിണ്ട്രിക്കൽ ലെൻസ് ആണ്. അപ്പോൾ എന്തൊക്കെ പറഞ്ഞു? ഹൈപ്പർ മെട്രോപിയ കോൺവെക്സ് ആണ്, പ്രസ്ബയോപിയയും കോൺവെക്സ് ആണ്, മയോപിയ കോൺകേവ് ആണ്. മയോപിയ കോൺകേവ് ആണ്. അസ്റ്റിഗ്മാറ്റിസവും വിഷമദൃഷ്ടിയും ഏതാണ്? അത് സിലിണ്ട്രിക്കൽ ലെൻസ് ആണ് കേട്ടോ. അസ്റ്റിഗ്മാറ്റിസവും വിഷമദൃഷ്ടിയും ഏതാണ്? സിലിണ്ട്രിക്കൽ ലെൻസുകളാണ്. ഓക്കെ ആണല്ലോ, ക്ലിയർ ആണ്. വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. എപ്പോഴും ചോദിക്കുന്നതാണ്. കണ്ണിന്റെ ന്യൂനതകൾ പരിഹരിക്കാൻ ഉപയോഗിക്കുന്ന ലെൻസുകൾ ഏതാണെന്ന് ചോദിക്കും. ഇത് തരും. അടുത്ത ലെൻസ് ഏതാണെന്ന് നമ്മൾ ഓപ്ഷനിൽ നിന്ന് എടുത്ത് എഴുതണം. അപ്പോൾ സിമ്പിളായിട്ട് പഠിച്ചു വെച്ചേക്കുക. ഇതൊക്കെയാണ് ലെൻസുകൾ. ഓക്കെ ആണല്ലോ. സ്ഥിരം PSC കൺഫ്യൂസ് ഇടാൻ വേണ്ടി ചോദിക്കുന്ന കാര്യങ്ങളാണ് ഇതൊക്കെ. ഇനി അടുത്ത് നോക്കിയേ, അടുത്ത് നമ്മൾ ഓരോ ലെൻസുകൾ എടുത്ത് പഠിക്കാൻ പോവാ. ആദ്യത്തേത് കോൺവെക്സ് ലെൻസ് ആണ്. എന്താണ് കോൺവെക്സ് ലെൻസ്?
രണ്ടു വശങ്ങളും പുറത്തേക്ക് തള്ളി നിൽക്കുന്നതും മധ്യഭാഗം കട്ടി കൂടിയതുമായ ലെൻസാണിത്. SCERT എന്താണോ പറയുന്നത് അതുപോലെ പറയുവാണ് കേട്ടോ. രണ്ട് വശങ്ങളും പുറത്തേക്ക് തള്ളി നിൽക്കുന്നതും മധ്യഭാഗം കട്ടി കൂടിയതുമായ ലെൻസാണ് കോൺവെക്സ് ലെൻസ്. ഇതിലൂടെ കടന്നു പോകുന്ന പ്രകാശരശ്മികൾ ഒരു ബിന്ദുവിൽ കേന്ദ്രീകരിക്കുന്നുണ്ട്. അതൊന്ന് ഓർത്ത് വെച്ചേക്കണം. ആ പോയിന്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. സ്റ്റേറ്റ്മെന്റ് ചോദിക്കാറുണ്ട്. ഇതിലൂടെ കടന്നു പോകുന്ന പ്രകാശരശ്മികൾക്ക് എന്താണ് സംഭവിക്കുന്നത് ചോദിക്കും, ഡാഷ് ഇട്ട് തരും. അപ്പോൾ ഒരു ബിന്ദുവിൽ കേന്ദ്രീകരിക്കുന്നു, ഒരു ബിന്ദുവിൽ കേന്ദ്രീകരിക്കുന്നു എന്ന് തരും, അല്ലെങ്കിൽ ഒരു ബിന്ദുവിൽ നിന്ന് വിസരിച്ചു പോകുന്നു എന്ന് തരും, അല്ലെങ്കിൽ കേന്ദ്രീകരിക്കപ്പെടുന്നില്ല എന്നൊക്കെ തരും. അപ്പോൾ മനസ്സിലാക്കി വെച്ചേക്കുക, ഈ ലെൻസിലൂടെ കടന്നു പോകുന്ന പ്രകാശരശ്മികൾക്ക് എന്ത് സംഭവിക്കുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഒരു ബിന്ദുവിൽ കേന്ദ്രീകരിക്കുന്നുണ്ട്. അതിനാൽ ഇതിനെ കൺവേർജിംഗ് ലെൻസ് എന്ന് വിളിക്കുന്നുണ്ട് കേട്ടോ. അതായത് കോൺവെക്സ് ലെൻസിന്റെ മറ്റൊരു പേരാണ് കൺവേർജിംഗ് ലെൻസ്. കൺവേർജിംഗ് ലെൻസ് എന്ന് വിളിക്കുന്നു. അത് ഇങ്ങനെ കൂടിച്ചേരുന്നത് കൊണ്ട്, ഒരു ബിന്ദുവിൽ കേന്ദ്രീകരിക്കുന്നത് കൊണ്ടാണ് ഇതിനെ കൺവേർജിംഗ് ലെൻസ് എന്ന് വിളിക്കുന്നത്. പഠിച്ചു വെച്ചേക്കുക. അപ്പോൾ കൺവേർജിംഗ് ലെൻസ് എന്ന് വിളിക്കപ്പെടുന്ന ഏതാണ്? കോൺവെക്സ് ലെൻസ് ആണ്. കോൺവെക്സ് ലെൻസ് ആണ്. അടുത്തത് കോൺവെക്സ് ലെൻസ് അറിയപ്പെടുന്ന മറ്റ് പേരുകളാണ് സംവ്രജന ലെൻസ്, സംവ്രജന ലെൻസ്, ഉത്തല ലെൻസ്, ഉത്തല ലെൻസ്. ഇതൊക്കെ പണ്ട് ചോദിച്ചിരുന്ന വളരെ പ്രധാനപ്പെട്ട ചോദ്യങ്ങളാണ് കേട്ടോ. കോൺവെക്സ് ലെൻസ് അറിയപ്പെടുന്ന മറ്റ് പേരുകളാണ് സംവ്രജന ലെൻസ്, അതേപോലെ തന്നെ ഉത്തല ലെൻസ്. ഇനി ഇവിടെ കോൺവെക്സ് ലെൻസിൽ രൂപപ്പെടുന്ന പ്രതിബിംബം സ്ഥിരം ചോദിക്കുന്ന ഒരു ചോദ്യമാണ്. കോൺവെക്സിൽ രൂപപ്പെടുന്ന പ്രതിബിംബം യഥാർത്ഥവും തലകീഴായതും മിഥ്യയും നിവർന്നതും, മിഥ്യയും തലകീഴായതും യഥാർത്ഥവും നിവർന്നതും എന്നൊക്കെ തരും. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കി വെച്ചേക്കുക, കോൺവെക്സ് ലെൻസിന്റെ പ്രതിബിംബം എന്ന് പറയുന്നത് യഥാർത്ഥവും തലകീഴായതുമാണ്. വളരെ 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 ഇമ്പോർട്ടൻ്റ് ആയ കാര്യമാണ് കേട്ടോ. എപ്പോഴും ചോദിക്കുന്നതാണ്. പ്രതിബിംബം എങ്ങനെയാണെന്ന് ചോദിച്ചാൽ യഥാർത്ഥവും തലകീഴായതുമാണ്, യഥാർത്ഥവും തലകീഴായതുമാണ്. മധ്യത്തിൽ കനം കൂടിയതും വക്കുകൾക്ക് കനം കുറഞ്ഞതുമായ ലെൻസ് ഏതാണ്? അത് കോൺവെക്സ് ലെൻസ് ആണ്. മധ്യത്തിൽ കനം കൂടിയതും വക്കുകൾക്ക് കനം കുറഞ്ഞതുമായ ലെൻസ് ആണ് കോൺവെക്സ് ലെൻസ്. കോൺവെക്സ് ലെൻസ് അതിലൂടെ കടന്നു പോകുന്ന പ്രകാശരശ്മികളെ പരസ്പരം അടുപ്പിക്കുന്നുണ്ട്. കോൺവെക്സ് ലെൻസ് എന്താ ചെയ്യുന്നത്? അതിലൂടെ കടന്നു പോകുന്ന പ്രകാശരശ്മികളെ പരസ്പരം അടുപ്പിക്കുന്നു. ഓക്കെ, വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. പ്രകാശരശ്മി നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരു ബിന്ദുവിൽ കേന്ദ്രീകരിക്കുന്നു എന്ന് പറയുമ്പോൾ രശ്മികളെല്ലാം എന്താ ചെയ്യുന്നത്? പരസ്പരം അടുക്കുകയാണ്. അത് ഓർത്ത് വെച്ചേക്കണം കേട്ടോ. ഇനി ഇത് നേത്ര ലെൻസ് ആണെങ്കിൽ അറിയപ്പെടുന്ന പേരാണ് ബൈ കോൺവെക്സ് ലെൻസ് എന്നാണ് കേട്ടോ. നേത്ര ലെൻസ് അറിയപ്പെടുന്ന പേരാണ് ബൈ കോൺവെക്സ് ലെൻസ്. ഓക്കെ, വളരെ സിമ്പിളായിട്ട് ഞാൻ പറഞ്ഞിട്ടുണ്ട്. കോൺവെക്സ് ലെൻസ് അത്ര ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ, അത്ര ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ ആണല്ലോ. ഇനി സ്ഥിരം ചോദിക്കുന്ന വേറൊരു ചോദ്യമുണ്ട്. SCERT പോയിന്റ് ഓഫ് വ്യൂവിൽ ചോദിക്കുന്ന കാര്യമാണ്, ഈ കോൺവെക്സ് ലെൻസ് ഉപയോഗപ്പെടുത്തുന്ന എവിടേക്കാണെന്ന് ചോദിക്കാറുണ്ട് കേട്ടോ. അപ്പോൾ ഈ കോൺവെക്സ് ലെൻസ് ഉപയോഗപ്പെടുത്തുന്ന എവിടേക്കാണ് നിങ്ങൾ അറിഞ്ഞിരിക്കണം. തീർച്ചയായും വളരെ ഇമ്പോർട്ടൻ്റ് ആയ ഒരു കാര്യമാണ്. അത് ഞാൻ ഇവിടെ തരുന്നുണ്ട്. കോൺവെക്സ് ലെൻസിന്റെ ഉപയോഗങ്ങൾ പഠിച്ചു വെച്ചേക്കണം കേട്ടോ മക്കളെ, പഠിച്ചു വെച്ചേക്കണം. അപ്പോൾ ആരെങ്കിലും ലൈക്ക് അടിക്കാത്ത വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് അടിച്ച് വെച്ചേക്കുക. ആദ്യമായിട്ട് നമ്മുടെ ചാനൽ കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചേക്കുക കേട്ടോ. ഇതുപോലെ ഒരുപാട് ക്ലാസ്സുകൾ ഡെയിലി നിങ്ങൾക്ക് വരുന്നതായിരിക്കും. നമ്മൾ ഓൾറെഡി കണ്ടിന്യൂസ് ആയിട്ട് ഒരുപാട് സീരീസ് എടുത്തുകൊണ്ടിരിക്കുന്നുണ്ട്. പുതിയ പുതിയ സീരീസ് ഓൾറെഡി അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. നമ്മൾ എടുത്തുകൊണ്ടിരിക്കുന്ന എല്ലാ ദിവസവും നമുക്ക് ക്ലാസ് ഉണ്ട് കേട്ടോ. എല്ലാ ദിവസവും നമ്മുടെ ക്ലാസ്സിൻ്റെ സമയം എന്ന് പറയുന്നത് 8:17 ആണ്. രാവിലെ 8:17 നമ്മൾ എല്ലാ ദിവസവും ക്ലാസ് എടുക്കുന്നുണ്ട്. ഇനി എന്തെങ്കിലും മാറ്റം ഉണ്ടെങ്കിൽ നമ്മൾ പോസ്റ്റ് ഇടുന്നതായിരിക്കും കേട്ടോ. വൈകുന്നേരം പോസ്റ്റ് ഇടുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് കൃത്യമായിട്ട് നമ്മുടെ ക്ലാസ്സിൻ്റെ കാര്യങ്ങൾ അറിയാൻ പറ്റും. കൃത്യമായിട്ട് കാണുക, ഒരു ക്ലാസ്സും പെൻഡിങ് വെക്കാതെ കാണുക കേട്ടോ. ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്താൽ മാത്രം പോരാ, നോട്ടിഫിക്കേഷൻ കൂടി എനേബിൾ ചെയ്ത് വെച്ചേക്കുക. ഓക്കെ ആണല്ലോ. ഇനി ഇവിടെ ശ്രദ്ധിച്ചേ, കോൺവെക്സ് ലെൻസിന്റെ ഉപയോഗങ്ങളാണ് പറയുന്നത്. എവിടേക്കാണ് കോൺവെക്സ് ലെൻസ് ഉപയോഗിക്കുന്നത്? ദീർഘദൃഷ്ടി, വെള്ളെഴുത്ത്, ഇതൊക്കെ പരിഹരിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന ലെൻസ് ഏതാണ്? കോൺവെക്സ് ലെൻസ് ആണ്. നമ്മൾ നേരത്തെ പറഞ്ഞു അല്ലേ, ദീർഘദൃഷ്ടി, വെള്ളെഴുത്ത് പരിഹരിക്കാൻ ഉപയോഗിക്കുന്നത് കോൺവെക്സ് ലെൻസ് ആണ്. ഹാൻഡ് ലെൻസായി ഉപയോഗിക്കുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കുമല്ലോ, ഒരു പിടിയുള്ള ലെൻസ്, അതാണ് ഹാൻഡ് ലെൻസ് എന്ന് പറയുന്നത്. ആ ഹാൻഡ് ലെൻസായി ഉപയോഗിക്കുന്നത് കോൺവെക്സ് ലെൻസ് ആണ്. ഹാൻഡ് ലെൻസായിട്ട് ഉപയോഗിക്കുന്നത് കോൺവെക്സ് ലെൻസ് ആണ്. ഇനി TV, ക്യാമറ, പ്രൊജക്ടർ, മൈക്രോസ്കോപ്പ്, ടെലസ്കോപ്പ് എന്നിവയിൽ ഉപയോഗിക്കുന്ന ലെൻസ് ഏതാണ്? അത് കോൺവെക്സ് ആണ്. TV, ക്യാമറ, പ്രൊജക്ടർ, മൈക്രോസ്കോപ്പ്, ടെലസ്കോപ്പ് ഇതിലൊക്കെ ഉപയോഗിക്കുന്ന ലെൻസ് ഏതാണ്? ഇമ്പോർട്ടൻ്റ് ആണ്, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. സ്ഥിരം ചോദിക്കുന്നതാണ് കേട്ടോ. കോൺവെക്സ് ലെൻസ് ആണ്. അപ്പോൾ TVയിലും ക്യാമറയിലും മൈക്രോസ്കോപ്പിലും ടെലസ്കോപ്പ് ഇപ്പോൾ ലാസ്റ്റ് ചോദിച്ചാണ് കേട്ടോ. ടെലസ്കോപ്പിൽ ഉപയോഗിക്കുന്ന ലെൻസ് ഏതാണെന്ന് ചോദിച്ചതാണ്. അത് കോൺവെക്സ് ലെൻസ് ആണ്. ഇനി ബേണിംഗ് ഗ്ലാസ് ആയി ഉപയോഗിക്കുന്ന ഏതാണ്? അത് കോൺവെക്സ് ലെൻസ് ആണ്. ബേണിംഗ് ഗ്യാസ് ആയിട്ട് ഉപയോഗിക്കുന്ന ഏതാണ്? അത് കോൺവെക്സ് ലെൻസ് ആണ്. ബേണിംഗ് ഗ്ലാസ് കേട്ടോ. ബേണിംഗ് ഗ്ലാസ് ആയിട്ട് ഉപയോഗിക്കുന്നത് കോൺവെക്സ് ലെൻസ്. വാച്ച് നന്നാക്കാനുള്ള ലെൻസ് ആയിട്ട് ഉപയോഗിക്കുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കുമല്ലേ? വാച്ച് നന്നാക്കുന്ന ആൾക്കാർ കണ്ണിലൊരു ലെൻസ് ഇങ്ങനെ വെച്ചിട്ട് ഒരു കണ്ണിങ്ങനെ അടച്ച് ചെയ്യുന്ന കണ്ടിട്ടുണ്ടോ? അതാണ് വാച്ച് നന്നാക്കാനുള്ള ലെൻസ് എന്ന് പറയുന്നത്. ആ വാച്ച് നന്നാക്കാനുള്ള ലെൻസ് ആയിട്ട് ഉപയോഗിക്കുന്ന ഏതാണ്? കോൺവെക്സ് ലെൻസ് ആണ്. കോൺവെക്സ് ലെൻസ് ആണ്.
മാഗ്നിഫൈയിങ് ഗ്ലാസ് ആയിട്ട് ഉപയോഗിക്കുന്നു ചോദിച്ചാണ് കേട്ടോ. ഇത് ലാസ്റ്റ് ചോദിച്ചാണ്. മാഗ്നിഫൈയിങ് ഗ്ലാസ് ആയിട്ട് ഉപയോഗിക്കുന്ന ലെൻസ് ഏതാണെന്ന് ചോദിച്ചിട്ടുണ്ട്. അത് കോൺവെക്സ് ലെൻസ് ആണ്. മക്കളെ ഞാൻ ഈ പറയുന്ന ഒരുപാട് എക്സാമിന് ചോദിച്ച് കണ്ടിട്ടുള്ള ചോദ്യങ്ങളാണ് കേട്ടോ പറയുന്നത്. ഒരുപാട് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് നമ്മൾ നോക്കുന്ന സമയത്ത് നോർമൽ PSC മാത്രമല്ല, സയൻസ് ബേസ്ഡ് എക്സാംസ് ഇല്ലേ, ലാബ് അസിസ്റ്റന്റ്, അതുപോലെ പല എക്സാമുകൾ, സയൻസിന് കൂടുതൽ മാർക്കുള്ള എക്സാമുകൾ, അതിലൊക്കെ സ്ഥിരം ചോദിക്കുന്ന ഒരു ടോപ്പിക്കാണ് ഈ കോൺവെക്സ് ലെൻസ്. അതുപോലെ തന്നെ ലെൻസുകൾ കോൺകേവും കോൺവെക്സും മിററുകളും ഒക്കെ സ്ഥിരം ചോദിക്കുന്നതാണ്. സോ നിങ്ങൾ മനസ്സിലാക്കി വെച്ചേക്കുക. നിങ്ങൾ ഈ ചോദ്യം കണ്ടിട്ടില്ല എന്ന് പറയുന്നതിനർത്ഥം ഈ ചോദ്യം ചോദിച്ചിട്ടില്ല എന്നല്ല. സോ ഞാൻ പറയുന്നതനുസരിച്ച് നിങ്ങൾ മനസ്സിലാക്കി വെക്കുക, അതിന്റെ ഇമ്പോർട്ടൻസ് മനസ്സിലാക്കി പഠിക്കാടോ. അപ്പോൾ മാഗ്നിഫൈയിങ് ഗ്ലാസ് ആയിട്ട് ഉപയോഗിക്കുന്നത് കോൺവെക്സ് ലെൻസ് ആണ്. ഓക്കെ ആണല്ലോ. സോ കോൺവെക്സ് ലെൻസ് എന്താണെന്ന് ഞാൻ പറഞ്ഞു, അതിന്റെ പ്രത്യേകതകൾ പറഞ്ഞു, കോൺവെക്സ് ലെൻസിന്റെ ഉപയോഗങ്ങൾ ഞാൻ പറഞ്ഞു കഴിഞ്ഞു. ഓക്കെ ആണല്ലോ. അപ്പോൾ ഒരു സൈഡ് നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ഇനി അടുത്ത സൈഡ് ഏതാ കിടക്കുന്നത്? അപ്പൊ നമ്മൾ കോൺവെക്സ് ലെൻസിനെ കുറിച്ച് പഠിച്ചു. ഓക്കെ, ലെൻസിനെ കുറിച്ച് എന്താണ് ലെൻസ്, അതിന്റെ ഉപയോഗങ്ങളും ഒക്കെ പഠിച്ചു കഴിഞ്ഞു. ഇനി കോൺവെക്സ് മിറർ എന്താണ്? കാരണം നമ്മൾ കോൺവെക്സിന്റെ കൂടെ തന്നെ അതിന്റെ മിറർ കൂടെ പഠിച്ചു കഴിഞ്ഞാൽ കുറച്ചുകൂടി എളുപ്പമായിട്ട് നിങ്ങൾക്ക് പഠിക്കാൻ പറ്റും. ഞാൻ നേരെ കോൺകേവിലേക്ക് പോവാതെ കോൺവെക്സ് മിറർ എന്താണെന്ന് നിങ്ങൾക്ക് ആദ്യം പറഞ്ഞു തരാം. ഓക്കെ, അപ്പൊ നമുക്ക് ആദ്യം മിററിലേക്ക് പോവാം. കോൺവെക്സ് മിറർ കണ്ടോ, ഞാനിത് ഇവിടെ തന്നിട്ടുണ്ട്. കോൺവെക്സ് മിറർ എന്താ അതിന്റെ പ്രത്യേകത? പ്രതിഫലന ഉപരിതലം പുറത്തേക്ക് തള്ളി നിൽക്കുന്ന മിററാണിത്. എന്താ പ്രത്യേകത? പ്രതിഫലന ഉപരിതലം പുറത്തേക്കാണ് തള്ളി നിൽക്കുന്നത്. എവിടേക്കാണ് തള്ളി നിൽക്കുന്നത് ഓർത്ത് വെച്ചേക്കാടോ. പുറത്തേക്ക് തള്ളി നിൽക്കുന്നു, ഉള്ളിലേക്ക് കുഴിഞ്ഞു നിൽക്കുന്നു എന്ന് കാണും. പുറത്തേക്ക് തള്ളി നിൽക്കുന്നതാണ് കോൺവെക്സ്. ഇതിൽ പതിക്കുന്ന പ്രകാശരശ്മികൾ വിസരിക്കപ്പെടുന്നുണ്ട്. നമ്മൾ ഓൾറെഡി ഫസ്റ്റ് തന്നെ പഠിച്ചാണ് അല്ലേ. ഇതിൽ പതിക്കുന്ന പ്രകാശരശ്മികൾക്ക് എന്താ സംഭവിക്കുന്നത്? വിസരിക്കപ്പെടുകയാണ് ചെയ്യുന്നത്. കേന്ദ്രീകരിക്കപ്പെടുകയല്ല, വിസരിക്കപ്പെടുകയാണ് ചെയ്യുന്നത്. വാഹനങ്ങളിൽ പുറകിലെ കാഴ്ച കാണാൻ ഉപയോഗിക്കുന്ന റിയർ വ്യൂ മിററുകളാണ് ഈ വിഭാഗത്തിൽ പെടുന്നത്. അതൊന്ന് പഠിച്ചു വെച്ചേക്കാട്ടോ. എപ്പോഴും ചോദിക്കുന്നതാണ്, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. റിയർ വ്യൂ മിററുകൾ, വാഹനങ്ങളുടെ പുറകിലെ കാഴ്ച കാണാൻ വേണ്ടി ഉപയോഗിക്കുന്ന റിയർ വ്യൂ മിററുകളിലെ അതിൽ ഉപയോഗിക്കുന്ന മിറർ ഏതാണെന്ന് ചോദിക്കാറുണ്ട്. അത് കോൺവെക്സ് മിറർ ആണ് കേട്ടോ. കോൺവെക്സ് മിറർ ആണ്. വാഹനങ്ങളിലെ പുറകിലെ കാഴ്ചകൾ കാണാൻ ഉപയോഗിക്കുന്ന റിയർ വ്യൂ മിററുകൾ ഈ വിഭാഗത്തിൽ പെടുന്നവയാണ്. ഓക്കെ, വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇനി അടുത്തത് ഈ കോൺവെക്സ് മിററിന്റെ ഉപയോഗങ്ങൾ എന്തൊക്കെയാണ്? ഈ കോൺവെക്സ് മിറർ എവിടേക്കാണ് ഉപയോഗിക്കുന്നതെന്ന് പഠിക്കാം. ഇതെവിടെ നോക്കിയേ, സ്ട്രീറ്റ് ലൈറ്റ് റിഫ്ലക്ടർ ആയിട്ട് ഉപയോഗിക്കുന്നുണ്ട്. സ്ട്രീറ്റ് ലൈറ്റ് നമ്മൾ ചിലപ്പോൾ നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും. സ്ട്രീറ്റ് ലൈറ്റ്, പഴയ സ്ട്രീറ്റ് ലൈറ്റ് ഒക്കെ ഉണ്ടല്ലോ, അതിന്റെ റിഫ്ലക്ടർ ആയിട്ട് ഉപയോഗിക്കുന്നത് കോൺവെക്സ് മിറർ ആണ്. ഇനി സെക്യൂരിറ്റി മിറർ, റിയർ വ്യൂ മിറർ, ഇതിനൊക്കെ ഉപയോഗിക്കുന്നത് കോൺവെക്സ് മിറർ ആണ്. സെക്യൂരിറ്റി മിററും റിയർ വ്യൂ മിററും അപകടങ്ങൾ ഒഴിവാക്കാൻ റോഡിന്റെ വളവിൽ സ്ഥാപിക്കുന്നതാണ് കേട്ടോ. ഓക്കെ, അത് നിങ്ങൾ ചിലപ്പോൾ കണ്ടിട്ടുണ്ടായിരിക്കും അല്ലേ. ഒരു വളഞ്ഞ ഒരു സാധനം, ഒരു ചുവപ്പ് ആവരണത്തിന്റെ ഉള്ളിൽ ഒരു വളഞ്ഞ മിറർ ചിലപ്പോൾ നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും. അപ്പോൾ അപകടങ്ങൾ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് റോഡിന്റെ വളവിൽ സ്ഥാപിക്കുന്ന മിറർ ഏതാണ്? അത് കോൺവെക്സ് മിറർ ആണ്. കോൺവെക്സ് മിറർ ആണ്. ഇനി ഇതിന്റെ പ്രതിബിംബം, ഈ കോൺവെക്സ് മിററിൽ ഉണ്ടാകുന്ന പ്രതിബിംബത്തിന്റെ പ്രത്യേകത എന്താണ്? അത് മിഥ്യയാണ്, ഇമാജിനറി ആണ് കേട്ടോ. ഇമാജിനറി ആണ്, മിഥ്യാ പ്രതിബിംബമാണ്. മിഥ്യാ പ്രതിബിംബമാണ്. പ്രതിബിംബം എന്നാണ്? മിഥ്യയാണ് കേട്ടോ. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കോൺവെക്സ് മിററിന്റെ കാര്യമാണ് പറഞ്ഞത്. മിഥ്യാ പ്രതിബിംബം. ഓക്കെ ആണല്ലോ. ഞാനിങ്ങനെ എടുത്തെടുത്ത് പറയുന്നത് കുറേ പേര് നമ്മുടെ ക്ലാസ് കേട്ടുകൊണ്ട് പഠിക്കുന്നവരുണ്ടായിരിക്കും. സോ അവർ കൂടി ഉപകാരപ്പെടാൻ വേണ്ടിയിട്ടാണ് ഞാൻ എടുത്തെടുത്ത് പറയുന്നത്. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കോൺവെക്സ് മിററിന്റെ പ്രതിബിംബം എന്ന് പറയുന്നത് മിഥ്യയാണ്, മിഥ്യാ പ്രതിബിംബം. ഓക്കെ ആണല്ലോ. ശരി, ഇനി അടുത്ത് നോക്കിക്കേ. അടുത്തത് കോൺവെക്സ് ലെൻസ് ആണ്. അപ്പൊ നമ്മൾ കോൺവെക്സ് ലെൻസിന്റെ കാര്യം പറഞ്ഞു, കോൺകേവ് മിററിന്റെ കാര്യം, കോൺവെക്സ് ലെൻസിന്റെ കാര്യവും പറഞ്ഞു, കോൺവെക്സ് മിററിന്റെ കാര്യവും പറഞ്ഞു. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് കോൺകേവ് ലെൻസ് ആണ് കേട്ടോ. കോൺകേവ് ലെൻസിനെ കുറിച്ചാണ്. കോൺകേവ് ലെൻസ് ഇവിടെ നോക്കിയേ, രണ്ട് വശങ്ങളും ഉള്ളിലേക്ക് കുഴിഞ്ഞിരിക്കുന്ന, ഞാൻ തൊട്ട് മുമ്പ് നിങ്ങളുടെ അടുത്ത് പറഞ്ഞു ഉള്ളിലേക്ക് കുഴിഞ്ഞിരിക്കുന്ന എന്ന് ചോദിക്കുമെന്ന്. അതേതാണ്? കോൺകേവ് ലെൻസ് ആണ്. രണ്ട് വശങ്ങളും ഉള്ളിലേക്ക് കുഴിഞ്ഞിരിക്കുന്നതും മധ്യഭാഗം കട്ടി കുറഞ്ഞതുമായ ലെൻസാണ്. മധ്യഭാഗത്തിന് ഇവിടെ കട്ടി കുറവാണ്. നമ്മൾ കോൺവെക്സിൽ പഠിച്ച സമയത്ത് മധ്യഭാഗത്തിന് കട്ടി കൂടുതലായിരുന്നു. അപ്പൊ കട്ടി കുറഞ്ഞതുമായ ലെൻസാണിത്. ഇതിലൂടെ കടന്നു പോകുന്ന പ്രകാശരശ്മികൾ വിസരിക്കപ്പെടുന്നുണ്ട്. ഇതിലൂടെ കടന്നു പോകുന്ന പ്രകാശരശ്മികൾ എന്ത് സംഭവിക്കുന്നു? വിസരിക്കപ്പെടുന്നു, അഥവാ അകന്നു പോകുന്നു. ഓക്കെ, കൂടിച്ചേരുകയല്ല ചെയ്യുന്നത്, അകന്നു പോവുകയാണ് ചെയ്യുന്നത്, അഥവാ വിസരിക്കപ്പെടുകയാണ് ചെയ്യുന്നത്. അതിനാൽ ഇതിനെ ഡൈവേർജിങ് ലെൻസ് എന്ന് വിളിക്കുന്നുണ്ട്. അതിനാൽ കോൺകേവ് ലെൻസിനെ എന്താ വിളിക്കുന്നത്? ഡൈവേർജിങ്. എന്താണ് കോൺവെക്സ് നമ്മൾ എന്താ പഠിച്ചത്? കോൺവെക്സ് പഠിച്ചത് നമ്മൾ കൺവേർജിങ് എന്നായിരുന്നു. ഇവിടെ കോൺകേവിന്റെ കാര്യത്തിൽ ഡൈവേർജിങ് ആണ്. ഡൈവേർജിങ് ലെൻസ് എന്നറിയപ്പെടുന്നത് കോൺകേവ് ലെൻസ് ആണ് കേട്ടോ. കോൺകേവ് ലെൻസ് ആണ്. ഇനി ഈ കോൺകേവ് ലെൻസ് അറിയപ്പെടുന്ന മറ്റു പേരുകൾ ഏതൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവതല ലെൻസ്, വിവ്രജന ലെൻസ് എന്നിങ്ങനെയാണ് കേട്ടോ. അവതല ലെൻസും വിവ്രജന ലെൻസും.
ഇനി ഇവിടുത്തെ പ്രതിബിംബത്തിന്റെ പ്രത്യേകത എന്താണ്? ഇവിടെ ഉണ്ടാകുന്ന പ്രതിബിംബത്തിന്റെ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ മിഥ്യയും നിവർന്നതുമാണ് കേട്ടോ. മിഥ്യയും നിവർന്നതുമാണ്. എല്ലാവർക്കും സ്ഥിരം കൺഫ്യൂസ് ആവുന്ന, ഇത്രയൊക്കെ പഠിച്ചു കഴിഞ്ഞാൽ മാറിപ്പോകുന്ന ഒരു കാര്യമാണ് കോൺകേവിന്റെ പ്രതിബിംബം എന്ന് പറയുന്നതും ഇങ്ങനെ കോൺവെക്സുമായിട്ട് മാറിപ്പോകും. അതുകൊണ്ടാണ് ഞാൻ എടുത്തെടുത്ത് മെല്ലെ മെല്ലെ സിമ്പിൾ ആയിട്ട് പറയുന്നത്. മനസ്സിലായല്ലോ? കൂടുതൽ കൺഫ്യൂഷൻ ഒന്നുമില്ല, എടുത്തെടുത്ത് പോയിന്റ് ആക്കിയിട്ടാണ് പറയുന്നത്. പ്രതിബിംബം എന്ന് പറയുന്നത് കോൺകേവിലെ മിഥ്യയാണ്, മിഥ്യയും നിവർന്നതുമാണ്. ഇനി മധ്യത്തിൽ കനം കുറഞ്ഞ വക്കുകൾ കനം കൂടിയിരിക്കുന്ന ലെൻസാണ് കേട്ടോ. അതായത് മധ്യത്തിൽ എന്താണ്? കനം കുറവാണ്. അതേപോലെ തന്നെ വക്കുകൾക്ക് കനം കൂടിയിരിക്കുന്ന ലെൻസാണിത്. കോൺകേവ് ലെൻസ് അതിലൂടെ കടന്നു പോകുന്ന പ്രകാശരശ്മികളെ പരസ്പരം അകറ്റുന്നു എന്നാണ് പറയുന്നത്. നമ്മൾ ഓൾറെഡി പഠിച്ചു, വിസരിക്കപ്പെടുന്നു എന്ന് പറഞ്ഞല്ലേ. ഓക്കെ, അത്രയും ഓക്കെ ആണല്ലോ. ഇനി എന്തൊക്കെയാണ് ഈ കോൺകേവ് ലെൻസിന്റെ ഉപയോഗങ്ങൾ? വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. കോൺകേവ് ലെൻസ് നമ്മൾ തൊട്ട് മുമ്പ് പറഞ്ഞ പോലെ തന്നെ ഹസ്തദൃഷ്ടി എന്തായിരുന്നു? മയോപ്പിയ. അവിടെ പറഞ്ഞല്ലേ, ഹസ്തദൃഷ്ടി പരിഹരിക്കാൻ ഉപയോഗിക്കുന്നത് കോൺകേവ് ലെൻസ് ആണ്. കോൺകേവ് ലെൻസ് ആണ് കേട്ടോ. ഹസ്തദൃഷ്ടി എന്ന് പറഞ്ഞാൽ പരിഹരിക്കാൻ ഉപയോഗിക്കുന്ന ലെൻസ് ഏതാണ്? കോൺകേവ് ലെൻസ് ആണ്. വാതിലിൽ ഘടിപ്പിക്കുന്ന സ്പൈ ഹോളിൽ ഉപയോഗിക്കുന്നു. ചിലപ്പോൾ നിങ്ങൾ സിനിമകളിലൊക്കെ കാണുന്നില്ലേ, ഒരു ചെറിയ ഹോളിൻ്റെ ഉള്ളിൽ കൂടെ അപ്പുറത്ത് നിൽക്കുന്ന ആരാണെന്ന് വന്നിട്ട് ഇങ്ങനെ എത്തി നോക്കുന്നത്. അതാണ് പറയുന്നത് വാതിലിൽ ഘടിപ്പിക്കുന്ന സ്പൈ ഹോൾ എന്ന് പറയുന്നത്. അപ്പോൾ ഈ സ്പൈ ഹോളിൽ ഉപയോഗിക്കുന്ന ഏതാണ്? അത് കോൺകേവ് ലെൻസ് ആണ് കേട്ടോ. കോൺകേവ് ലെൻസ് ആണ്. ഗലീലിയൻ ടെലിസ്കോപ്പിൽ ഐ ലെൻസായി ഉപയോഗിക്കുന്നത് ഏതാണ്? അത് കോൺകേവ് ആണ്. ഗലീലിയൻ ടെലിസ്കോപ്പാണ് കേട്ടോ. നമ്മൾ ടെലിസ്കോപ്പിൻ്റെ കാര്യം നേരത്തെ പറഞ്ഞാണ്. ഇത് ഗലീലിയൻ ടെലിസ്കോപ്പാണ്. ഗലീലിയോ ഗലീലിയിലെ അദ്ദേഹത്തിൻ്റെ ഗലീലിയൻ ടെലസ്കോപ്പ് ഐ ലെൻസ് ആയിട്ട് ഉപയോഗിക്കുന്ന ഏതാണ്? അത് കോൺകേവ് ലെൻസ് ആണ്. കോൺകേവ് ലെൻസ് ആണ്. അതിനൊരു എന്തുണ്ട്? എക്സെപ്ഷൻ ഉണ്ട്. സോ മനസ്സിലാക്കി വെച്ചേക്കാം. വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. ഓക്കെ ആണല്ലോ. ഇനി ബാക്കിയുള്ളത് ഏതാണ്? കോൺകേവ് മിറർ ആണ്. കോൺകേവ് മിറർ, അതിനെക്കുറിച്ച് പഠിക്കണ്ടേ? തീർച്ചയായും പഠിക്കണം. ഇതെവിടെ നോക്കിക്കേ, പ്രതിഫലന ഉപരിതലം അഥവാ റിഫ്ലക്റ്റിംഗ് സർഫസ് ഉള്ളിലേക്ക് കുഴിഞ്ഞിരിക്കുന്ന മിററാണിത്. അപ്പൊ എന്താ പറയുന്നത്? പ്രതിഫലന ഉപരിതലം ഉള്ളിലേക്ക് കുഴിഞ്ഞിരിക്കുന്ന മിററാണ് കോൺകേവ് മിറർ. കോൺകേവ് മിറർ കേട്ടോ. സമാന്തരമായ പ്രകാശരശ്മികളെ ഇത് ഒരു ബിന്ദുവിലേക്ക് കേന്ദ്രീകരിക്കുന്നുണ്ട്. അപ്പൊ ഇവിടെ എന്താ സംഭവിക്കുന്നത്? സമാന്തരമായിട്ട്, അതായത് പാരലായിട്ട് വരുന്ന പ്രകാശരശ്മികളെ റേസിനെ എന്ത് ചെയ്യുന്നു? ഒരു ബിന്ദുവിലേക്ക് പോയിന്റൈസ് ചെയ്യുന്നു, അല്ലെങ്കിൽ കേന്ദ്രീകരിക്കപ്പെടുന്നു, സെൻട്രലൈസ് ചെയ്യപ്പെടുന്നു എന്ന് പറയാം. കേന്ദ്രീകരിക്കപ്പെടുന്നു. ദന്ത ഡോക്ടർമാർ പല്ലുകൾ പരിശോധിക്കാനും മേക്കപ്പ് മിററായിട്ടും ഉപയോഗിക്കുന്ന ഏതാണ്? അത് ഈ മിററാണ് കേട്ടോ. ദന്ത ഡോക്ടർമാരുടെ പല്ല് നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും അല്ലെ, അവരുടെ നീളത്തിലുള്ള ഒരു അറ്റത്തൊരു ലെൻസ് മാത്രമുള്ളതുണ്ടായിരിക്കും. ആ ദന്ത ഡോക്ടർമാർ അഥവാ പല്ല് ഡോക്ടർമാർ ഉപയോഗിക്കുന്ന പല്ലുകൾ പരിശോധിക്കാനും മേക്കപ്പ് മിററായിട്ടും ഉപയോഗിക്കുന്ന ഏതാണ്? അത് കോൺകേവ് മിററാണ്. കോൺകേവ് മിറർ. ഇനി ഈ കോൺകേവ് മിററിന്റെ ഉപയോഗങ്ങൾ ഏതൊക്കെയാണ് ഞാൻ ഇവിടെ തന്നിട്ടുണ്ട്. വളരെ സിമ്പിളായിട്ട് നമുക്ക് പഠിക്കാം. ടോർച്ചിൽ റിഫ്ലക്ടർ ആയിട്ട് ഉപയോഗിക്കുന്നു. ടോർച്ച് ഉണ്ടല്ലോ നമ്മുടെ കയ്യിലൊക്കെ ഉപയോഗിക്കുന്ന നമ്മുടെ ഹാൻഡ് ടോർച്ച്. ആ ഹാൻഡ് ടോർച്ചിലൊക്കെ റിഫ്ലക്ടർ ആയിട്ട് ഉപയോഗിക്കുന്ന ഏതാണ്? കോൺകേവ് മിററാണ്. കോൺകേവ് മിററാണ്. വാഹനങ്ങളുടെ ഹെഡ്ലൈറ്റിൽ ഉപയോഗിക്കുന്ന ഏതാണ്? അത് കോൺകേവ് മിററാണ് കേട്ടോ. വാഹനങ്ങളുടെ ഹെഡ്ലൈറ്റിൽ ഉപയോഗിക്കുന്നത്. സോളാർ കുക്കർ, ഷേവിംഗ് മിറർ, മേക്കപ്പ് മിറർ, സിനിമ പ്രൊജക്ടർ, ഇതിലെല്ലാം ഉപയോഗിക്കുന്ന ഏതാണ്? കോൺകേവ് മിററാണ്. കോൺകേവ് മിററാണ്. ഓക്കെ, അപ്പോൾ സോളാർ കുക്കർ, ഷേവിംഗ് മിറർ, മേക്കപ്പ് മിറർ, സിനിമ പ്രൊജക്ടർ, ഇതിലെല്ലാം ഉപയോഗിക്കുന്ന ഏതാണ്? കോൺകേവ് മിററാണ്. ഡോക്ടർമാർ ഉപയോഗിക്കുന്ന ഹെഡ്ലൈറ്റിൽ ഉപയോഗിക്കുന്ന ഏതാണ്? കോൺകേവ് മിററാണ്. ഇതിന്റെ പ്രതിബിംബത്തിന്റെ പ്രത്യേകത വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. സ്ഥിരം ചോദിക്കുന്നതാണ് കേട്ടോ. ഇതിന്റെ പ്രതിബിംബത്തിന്റെ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ യഥാർത്ഥവും നിവർന്നതും വലുതുമാണ് കേട്ടോ. യഥാർത്ഥവും നിവർന്നതും വലുതുമാണ്. ഓക്കെ ആണല്ലോ. യഥാർത്ഥവും നിവർന്നതും വലുതുമാണ് കോൺകേവ് മിററിന്റെ പ്രതിബിംബം എന്ന് പറയുന്നത്. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. സ്ഥിരം എല്ലാവർക്കും കൺഫ്യൂസ് ആവുന്ന കാര്യമാണ് ഇത് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് കേട്ടോ. ഓക്കെ അല്ലേ മക്കളെ? സോ ഇതുവരെയും ലൈക്ക് അടിക്കാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ലൈക്ക് അടിച്ച് വെച്ചേക്കാം കേട്ടോ. നിങ്ങളുടെ ഭാഗത്തുനിന്നുള്ള സപ്പോർട്ട് വളരെ വളരെ കുറഞ്ഞു വരികയാണ് ഓരോ ദിവസം കഴിയുമ്പോൾ. ഞാൻ അവസാനം അപ്ലോഡ് ചെയ്ത ക്ലാസ് പോലും നിങ്ങൾ കണ്ടിട്ടില്ല. അങ്ങനെ കാണാത്തവരാണെങ്കിൽ ആ ക്ലാസ് കണ്ടേക്കുക. കറക്റ്റായിട്ട് കണ്ടിന്യൂസ് ആയിട്ട് പഠിച്ചു പോവുക. നിങ്ങളുടെ ഭാഗത്തുനിന്ന് കൺസിസ്റ്റൻസി ഇല്ലാതെ നിങ്ങൾക്ക് സക്സസ് ആവാൻ പറ്റില്ല. ഒരു ക്ലാസ് സ്ഥിരം കണ്ടു കഴിഞ്ഞാൽ അത് സ്ഥിരം കാണുക. അതുകൊണ്ടാണ് നമ്മൾ എല്ലാ ദിവസവും ക്ലാസ് 8:17 തന്നെ വെക്കുന്നത്. സോ എല്ലാ ദിവസവും ഡെയിലി ക്ലാസ്സസ് ഉണ്ട്. ഡെയിലി നിങ്ങൾ ക്ലാസ്സസ് കാണുക, കറക്റ്റായിട്ട് പഠിച്ചു പോവുക. ഒരു ക്ലാസ് നിങ്ങൾ പെൻഡിങ് വെക്കരുത്. ഓക്കെ ആണല്ലോ മക്കളെ? നിങ്ങൾക്ക് ഇമ്പോർട്ടൻ്റ് ആയ കാര്യങ്ങൾ മാത്രമേ ഇവിടെ പറയുന്നുള്ളൂ. ചുമ്മാ ഒരു ക്ലാസ്സും വെക്കുന്നില്ല. ഓക്കെ ആണല്ലോ? സോ നിങ്ങൾ തീർച്ചയായിട്ടും ക്ലാസ്സുകളെല്ലാം കറക്റ്റ് കാണുക. ലൈക്ക് അടിക്കാത്തവരൊക്കെ ഒന്ന് ലൈക്ക് അടിച്ച് വെച്ചേക്കുക. സബ്സ്ക്രൈബ് ചെയ്യാത്ത എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് കൂടെ ചെയ്ത് വെച്ചേക്കുക കേട്ടോ. ഓക്കെ ആണല്ലോ? ശരി, അപ്പോൾ അത് നിങ്ങൾക്ക് ഓക്കെ ആയി. ഇപ്പോൾ നമ്മൾ എന്തൊക്കെ പഠിച്ചു? കോൺവെക്സ് മിറർ പഠിച്ചു, കോൺവെക്സ് ലെൻസ് പഠിച്ചു, കോൺകേവ് മിറർ പഠിച്ചു, കോൺകേവ് ലെൻസ് പഠിച്ചു. ഓക്കെ ആണല്ലോ? ഈ 4 കാര്യങ്ങൾ നമ്മൾ വളരെ വ്യക്തമായിട്ട് പഠിച്ചിട്ടുണ്ട്. അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോകരുത്. ഓക്കെ ആണല്ലോ? ശരി.
ഇനി അടുത്തത് പഠിക്കാനുള്ളതാണ് ബൈഫോക്കൽ ലെൻസ്. എന്താണ് അതിന്റെ പ്രത്യേകത? ഇത് ചിലർക്കെങ്കിലും ചിലപ്പോൾ മാറിപ്പോകുന്ന സാധനമാണ് ബൈഫോക്കൽ ലെൻസ്. അത് നോക്കിക്കേ, ദൂരെയുള്ള കാഴ്ചയ്ക്കും അടുത്തുള്ള കാഴ്ചയ്ക്കും ഒരേപോലെ ഉപയോഗിക്കാൻ കഴിയുന്ന, എന്താ പ്രത്യേകത? ദൂരെയുള്ള കാഴ്ചയ്ക്കും അടുത്തുള്ള കാഴ്ചയ്ക്കും ഒരേപോലെ ഉപയോഗിക്കാൻ കഴിയുന്ന ഒരു ലെൻസിൽ തന്നെ 2 വ്യത്യസ്ത പവറുകളുള്ള കണ്ണടകളാണ് ബൈഫോക്കൽ ലെൻസ് ഉപയോഗിക്കുന്ന കണ്ണടകൾ കേട്ടോ. അപ്പോൾ ദൂരെയുള്ള കാഴ്ചയ്ക്കും അടുത്തുള്ള കാഴ്ചയ്ക്കും ഒരേപോലെ ഉപയോഗിക്കാൻ കഴിയും. ഒരു ലെൻസിൽ തന്നെ 2 വ്യത്യസ്ത പവറുകളുള്ള കണ്ണടകളാണ് ബൈഫോക്കൽ കണ്ണടകൾ എന്ന് പറയുന്നത്. അവിടെയാണ് ഈ ബൈഫോക്കൽ ലെൻസ് ഉപയോഗിക്കുന്നത്. ഇവിടെ നോക്കിക്കേ, ഹ്രസ്വദൃഷ്ടിയും ദീർഘദൃഷ്ടിയും ഒരുമിച്ച് പരിഹരിക്കുന്ന ലെൻസ് ഏതാണെന്ന് ചോദിച്ചാൽ അത് ബൈഫോക്കലാണ് കേട്ടോ. ബൈഫോക്കലാണ്. ഈ ഹ്രസ്വദൃഷ്ടിയും ദീർഘദൃഷ്ടിയും ഒരുമിച്ച് പരിഹരിക്കുന്ന ലെൻസ് ഏതാ ചോദിച്ചാൽ ബൈഫോക്കൽ ലെൻസ് ആണ്. ഇത് കണ്ടെത്തിയ വ്യക്തിയെ ഒരു തവണ ചോദിച്ചിട്ടുണ്ട്. നമുക്ക് എല്ലാവർക്കും അറിയുന്ന ബെഞ്ചമിൻ ഫ്രാങ്ക്ലിൻ ആണ് കേട്ടോ. ബെഞ്ചമിൻ ഫ്രാങ്ക്ലിൻ ആണ് ബൈഫോക്കൽ ലെൻസ് കണ്ടെത്തിയത്. ബൈഫോക്കൽ ലെൻസ് കണ്ടെത്തിയത് ആരാണ്? ബെഞ്ചമിൻ ഫ്രാങ്ക്ലിൻ ആണ്. ഓക്കെ ആണല്ലോ? ഇത്രയും ഓക്കെ ആണല്ലോ മക്കളെ? സോ ഞാൻ വീണ്ടും ഓർമ്മിപ്പിക്കുന്നു, എല്ലാ ദിവസവും നമുക്ക് ക്ലാസ് ഉണ്ട്. 8:17 രാവിലെ കൃത്യം 8:17 ക്ലാസ്. ഇനി ഈ സമയത്തിൽ എന്തെങ്കിലും വ്യത്യാസം ഉണ്ടെങ്കിൽ, സ്പെഷ്യലായിട്ട് നമ്മൾ എന്തെങ്കിലും ലൈവ് എടുക്കുന്നുണ്ടെങ്കിൽ അതെല്ലാം നമ്മൾ കമ്മ്യൂണിറ്റി പോസ്റ്റ് ആയിട്ട് എല്ലാ ദിവസവും വൈകുന്നേരം അപ്ഡേറ്റ് ചെയ്യുന്നുണ്ട്. നിങ്ങൾ കിടക്കുന്നതിന് മുമ്പെങ്കിലും ചാനൽ ഒന്ന് വിസിറ്റ് ചെയ്യുക. നമ്മുടെ പോസ്റ്റ് എന്ന് പറയുന്ന ഭാഗത്ത് പുതിയ കമ്മ്യൂണിറ്റി പോസ്റ്റ് വന്നിട്ടുണ്ടോ എന്ന് ചെക്കൗട്ട് ചെയ്യുക കേട്ടോ. സോ ഞാൻ ഡെയിലി എല്ലാ ദിവസവും എന്ത് ചെയ്യുന്നുണ്ട്? നമ്മുടെ ക്ലാസ്സിൻ്റെ ഡേറ്റും സമയവും അവിടെ അപ്ഡേറ്റ് ചെയ്യുന്നുണ്ട്. സോ നിങ്ങൾക്ക് കൺഫ്യൂഷൻ ഇല്ലാതെ കൃത്യമായിട്ട് ക്ലാസ് കാണാനുള്ള എല്ലാ അവസരങ്ങളും ഒരുക്കുന്നുണ്ട്. തീർച്ചയായും ക്ലാസ്സസ് മിസ് ചെയ്യാതെ, പെൻഡിങ് വെക്കാതെ, ഒരു ദിവസവും ക്ലാസ് നാളെ കാണാം എന്ന് പറഞ്ഞ് മാറ്റി വെക്കരുത്. അങ്ങനെ മാറ്റി വെക്കുമ്പോൾ നിങ്ങളുടെ അവസരമാണ് കുറയുന്നത് എന്ന് നിങ്ങൾ ഓർക്കുക. പഠിത്തത്തിന് ഒരു മടിയും വിചാരിക്കാതെ തുടർന്ന് തന്നെ പഠിക്കുക. ഓക്കെ ആണല്ലോ? സോ അതിനുള്ള എല്ലാ അവസരവും എവിടെയുണ്ട്? നമ്മുടെ ചാനലിലുണ്ട്. സോ നിങ്ങളത് കൃത്യമായിട്ട് യൂട്ടിലൈസ് ചെയ്യുക, വ്യക്തമായിട്ട് ഉപയോഗിക്കുക. ഓക്കെ ആണല്ലോ? എന്ത് വിശേഷ ദിവസങ്ങളും എന്ത് പ്രതിസന്ധികൾ വന്നു കഴിഞ്ഞാലും നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? മാക്സിമം കൃത്യമായിട്ട് ക്ലാസ്സസ് എടുക്കുന്നുണ്ട്. എൻ്റെ ക്ലാസ് കാണുന്ന പിള്ളേരുടെ അടുത്ത് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്കറിയാം, അവരിപ്പോൾ ഓൾറെഡി അവിടെ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ടായിരിക്കും ലൈവ് ചാറ്റിൽ. ഓക്കെ, സോ വ്യക്തമായിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? കാര്യങ്ങളൊക്കെ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. കൃത്യമായിട്ട് നിങ്ങൾ ക്ലാസ് കണ്ടു കഴിഞ്ഞാൽ, പുതുതായി കാണുന്നവർക്ക് വേണ്ടി പറയുവാണ്, വ്യക്തമായിട്ട് നിങ്ങൾക്ക് പഠിച്ചെടുക്കാൻ കഴിയും. ഓക്കെ ആണല്ലോ? NCERTയും SCERTയും എല്ലാ ക്ലാസ്സും നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? വ്യക്തമായിട്ട് കവർ ചെയ്യുന്നുണ്ട്. ഓക്കെ ആണല്ലോ? VFAക്കും LDCക്കും വേണ്ടിയുള്ള ക്ലാസ്സുകൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ക്ലാസ്സുകളെല്ലാം തകൃതിയായിട്ട് നടക്കുന്നുണ്ട്. എല്ലാ ദിവസവും നമുക്ക് ക്ലാസ് ഉണ്ട്. നമ്മൾ ലോങ് ആയിട്ടാണ് ക്ലാസ്സസ് എടുക്കുന്നത്. ഓക്കെ ആണല്ലോ? VFA മുതൽ LDC വരെയാണ്. കാരണം VFA കഴിഞ്ഞ് നമ്മൾ നിർത്തുന്നില്ല. LDCക്കും എല്ലാം എന്താണ്? സെയിം സിലബസ് ആണ്. ഒരുമിച്ച് അങ്ങ് പഠിച്ചു പോവാം. ഓക്കെ ആണല്ലോ? സോ ഇനി നിങ്ങളുടെ അടുത്ത് പറയാനുള്ളത്, ഞാൻ പറഞ്ഞല്ലോ, കൺഫ്യൂസിങ് ഫാക്ട് എന്ന് പറയുന്ന ഭാഗത്ത് നമ്മൾ മുൻപ് അപ്ലോഡ് ചെയ്ത ചുരങ്ങൾ എന്ന് പറയുന്ന ക്ലാസ് ആണ്. സോ അതിന് നിങ്ങളുടെ ഭാഗത്ത് നിന്ന് അത്രയ്ക്ക് റെസ്പോൺസ് ലഭിച്ചിട്ടില്ല എനിക്ക് തോന്നുന്നു. എന്നിരുന്നാലും പുതിയ ടോപ്പിക്കായി ഞാൻ കൊണ്ടുവന്നത് ഇത് അത്ര ഇമ്പോർട്ടൻ്റ് ആയ ടോപ്പിക്കാണ്. സോ ഇനി നിങ്ങൾക്ക് അടുത്ത ക്ലാസ് കൺഫ്യൂസിങ് ഫാക്ടിൻ്റെ ടോപ്പിക് 3 ക്ലാസ് വേണമെന്നുണ്ടെങ്കിൽ ടോപ്പിക് 3 എന്നോ നെക്സ്റ്റ് പാർട്ട് എന്നോ ഒരു കമൻറ്റ് ചെയ്ത് വെച്ചേക്കാട്ടോ. എന്തിനാണ് ഞാനിങ്ങനെ കമൻറ്റ് ചെയ്യാൻ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾക്ക് എത്ര പേർക്കാണ് ക്ലാസ് എന്ന് എനിക്ക് അറിയാൻ വേണ്ടിയിട്ടാണ്. വളരെ ചുരുങ്ങിയ ആൾക്കാർ മാത്രമാണ് എന്ത് ചെയ്യുന്നത്? ക്ലാസ് വേണം എന്ന് പറയുന്നതും ക്ലാസ്സിനെ കുറിച്ചൊരു അഭിപ്രായം പറയുന്നതും. ഓക്കെ ആണല്ലോ? സോ നിങ്ങളുടെ ഭാഗത്തു നിന്നുള്ള റെസ്പോൺസ് ആവശ്യമാണ്. സോ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ കമൻറ്റിൽ അറിയിക്കുക. അടുത്ത പാർട്ട് വേണോ എന്ന്. തീർച്ചയായിട്ടും അടുത്ത പാർട്ട് വരുന്നതായിരിക്കും. സോ വീണ്ടും പറയുന്നു, ഇതുവരെയും ലൈക്ക് അടിക്കാത്ത എല്ലാവരും ഒന്ന് ലൈക്ക് അടിച്ച് വെച്ചേക്കുക. ചാനൽ നിങ്ങളുടെ ഫ്രണ്ട്സ് പഠിക്കുന്നവരുണ്ടെങ്കിൽ, PSC എക്സാമിന് തയ്യാറെടുക്കുന്നവരുണ്ടെങ്കിൽ, അവർക്ക് ഈ ക്ലാസ് ഉപകാരപ്പെടും നിങ്ങൾക്ക് തോന്നിക്കഴിഞ്ഞാൽ മാത്രം അവരുമായിട്ട് ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്യുക. വീഡിയോ കണ്ടു കഴിഞ്ഞാൽ ഹൈപ്പ് എന്ന് പറയുന്ന ഒരു ബട്ടൺ ഉണ്ടാവും. ഒരുപാട് പേര് ഹൈപ്പ് ചെയ്യുന്നില്ല, നിങ്ങളൊന്ന് ഹൈപ്പ് ചെയ്ത് വെച്ചേക്കുക കേട്ടോ. അതേപോലെ തന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത എല്ലാവരും ചാനൽ ഇപ്പോൾ തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചേക്കുക. ഇതുപോലെ ഒരുപാട് ക്ലാസ്സുകൾ നിങ്ങളെ തേടുന്നതായിരിക്കും. സോ കൂടുതലൊന്നും പറയാനില്ല, എല്ലാവരും നന്നായിട്ട് പഠിക്കുക. കീപ് ലേണിംഗ് വിത്ത് മീ. ദിസ് ഈസ് വില്ലൻ സൈനിങ് ഓഫ്. താങ്ക് യു.